സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കരട് വോട്ടർ പട്ടിക വന്നതിന് ശേഷമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആദ്യ യോഗം ഇന്ന്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗം 11 മണിക്ക് തിരുവനന്തപുരത്ത് ചേരും. 24 ലക്ഷം പേരെ ഒഴിവാക്കിയതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിർപ്പുണ്ട്. പകുതിയിലധികം പേരെ കണ്ടെത്താനായില്ല എന്നാണ് CPM-ഉം കോൺഗ്രസും പറയുന്നത്. 28,000-ത്തിലധികം പേരാണ് പേര് ചേർക്കാൻ അപേക്ഷ നൽകിയത്. MG മിഥുൻ വിവരങ്ങളുമായി ചേരും. മിഥുൻ, ഗുഡ് മോർണിംഗ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ എതിർപ്പുണ്ടായിരുന്ന SIR ഈ സമയത്ത് നടപ്പിലാക്കുന്നതിൽ ഇപ്പോൾ അത് നടപ്പിലാക്കി കരട് പട്ടിക വന്നപ്പോൾ നിരവധി പേർ അതിന് പുറത്തായിരിക്കുന്നു. എന്ത് നിലപാടാകും ഇന്നത്തെ യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുക? അശ്വതി, ഗുഡ് മോർണിംഗ്. എന്തായാലും കൃത്യമായി പറഞ്ഞാൽ 24,80,503 പേരാണ് ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവരുടെ കണക്ക് എന്നുള്ളത് തന്നെയാണ്. അതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെതിരെ എതിർപ്പുമായി രംഗത്ത് വരികയും ചെയ്യുന്നു. ഒപ്പം തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഈ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന തീയതിയിൽ അത് മാറ്റമുണ്ടാക്കണം, അത് നീട്ടി നൽകണം എന്നുള്ള ആവശ്യം നേരത്തെ തന്നെ പലകുറി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷവുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനിടെ ഇത്തരത്തിൽ ജനുവരി 22 വരെ ഏതെങ്കിലും തരത്തിലുള്ള പരാതികളോ മറ്റ് എതിർപ്പുകളോ ഉണ്ട് എങ്കിൽ അത് അറിയിക്കാം. ഒപ്പം തന്നെ അവർക്ക് പേര് ചേർക്കാൻ ഫോം 6 ഉപയോഗിച്ചുകൊണ്ട് പേര് ചേർക്കാനുള്ള ഒരു അനുമതി കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി 22 വരെ ഇത്തരത്തിലുള്ള നടപടികൾ തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഈ ഏതെങ്കിലും തരത്തിൽ ഈ ഫോം 6 ഉപയോഗിച്ചുകൊണ്ട് പ്രവാസി വോട്ടർമാർക്ക് പേര് ചേർക്കാൻ ഉപയോഗിക്കാം. ഒപ്പം തന്നെ ഈ ഒഴിവാക്കാൻ ഫോം 7 ഉപയോഗിക്കണം. ഒപ്പം തന്നെ സ്ഥലം മാറ്റത്തിന് ഫോം 8 എന്നിവ പൂരിപ്പിച്ച് നൽകണമെന്നുള്ളത് തന്നെയാണ്. അത് BLOമാരുടെ കൈവശത്തു നിന്നും ഇത്തരത്തിലുള്ള എന്യൂമറേഷൻ ഫോമുകൾ ലഭ്യമാകും. ഒപ്പം തന്നെ ഫോമുകൾ ഓൺലൈനായും ലഭ്യമാകുമെന്നുള്ളത് തന്നെയാണ്. ഇത് അപേക്ഷകളോടൊപ്പം ഈ ഡിക്ലറേഷൻ ഫോമും സമർപ്പിച്ചുകൊണ്ട് ഈ കരട് പട്ടികയിൽ പേരില്ലാത്തവർക്ക് ആക്ഷേപങ്ങളും പരാതികളും ജനുവരി 22 വരെ നൽകാമെന്നുള്ള ഒരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ നിലവിലെ സാഹചര്യത്തിൽ ഫെബ്രുവരി 21-നാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം നൽകുന്നത്. അതിനിടയിലാണ് ഇന്ന് ഈ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷമുള്ള ആദ്യ യോഗം ഇന്ന് ചേരുകയും ചെയ്തത്. ഇതിനു മുമ്പ് യോഗം ചേർന്നപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിവിധ കാര്യങ്ങൾ ആരായണമെന്നുള്ള ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. പക്ഷേ അക്കാര്യത്തിലൊക്കെ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അതിനൊരു വിമുഖത കാട്ടുകയും ഒപ്പം തന്നെ അതിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നുള്ളൊരു കാര്യം പറയുകയും ചെയ്തു. ഇതിന് പിന്നാലെ ചീഫ് സെക്രട്ടറി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ഒപ്പം തന്നെ ചില അപാകതകളും ചില പാകപ്പിഴകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് നൽകുകയും ചെയ്തിരുന്നു. അതിൽ ചില പാകപ്പിഴകൾ, അതായത് ഗുരുതരമായിട്ടുള്ള ചില പാകപ്പിഴകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒരു വാർഡിൽ തന്നെ ഏകദേശം 1200-ഓളം വോട്ടർമാരുള്ള ഒരു വാർഡിൽ തന്നെ ഏകദേശം 800-ലധികം പേരെ കണ്ടെത്താൻ ഇത്തരത്തിലായിട്ടില്ല എന്ന രീതിയിലാണ് ഇങ്ങനെ പുറത്താക്കിയിരിക്കുന്നത്. ഏകദേശം നിലവിലെ കണക്ക് പ്രകാരം നിലവിൽ 24 ലക്ഷത്തിലധികം പേരെ പുറത്താക്കിയതിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഏകദേശം 1.5 ലക്ഷത്തിനടുത്ത് വോട്ടർമാർ പുറത്തായിട്ടുണ്ട്. അതിൽ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് വോട്ടർമാരുണ്ട്. അതിൽ ചില അപാകതകളുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് 24 ലക്ഷം പേരിൽ 6.5 ലക്ഷം പേർ അവർ എവിടെയാണ് അല്ലെങ്കിൽ അവരെ ഇപ്പോൾ എങ്ങോട്ടേക്ക് പോയി എന്നുള്ള അടക്കമുള്ള കാര്യത്തിലൊരു വ്യക്തമായ ചിത്രം ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. ഇതൊരു ദുരൂഹതയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏകദേശം 6.5 ലക്ഷത്തോളം വോട്ടർമാരാണ് ഇങ്ങനെ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. ഇവർ ആരാണെന്നോ അല്ലെങ്കിൽ ഇവരെ എങ്ങോട്ട് പോയെന്നോ അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും തരത്തിൽ സ്ഥലം മാറി പോയതാണോ അല്ലെങ്കിൽ മരിച്ചവർ ആണോ ഇവർ എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അല്ലെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ നൽകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ പേര് വിവരങ്ങൾ ഒപ്പം തന്നെ ഇവരെവിടേക്കെങ്കിലും മാറി താമസിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ അത് മണ്ഡലം ജില്ലാ അടിസ്ഥാനത്തിൽ നൽകണമെന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. അത് പ്രസിദ്ധീകരിക്കണം എന്നുള്ള ആവശ്യം പലകുറി മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ ഇത്തരത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിരുന്നില്ലായിരുന്നു. നേരത്തെ തന്നെ ഈ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ സംസ്ഥാന തലത്തിലുള്ള പട്ടികകളായിരുന്നു പ്രസിദ്ധീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ കണക്കുകൾ പുറത്തുവിടണം. നേരത്തെ ബൂത്ത് ലെവൽ അടിസ്ഥാനത്തിലായിരുന്നു പട്ടിക പ്രസിദ്ധീകരിക്കുകയും അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തത്. അത് മാറ്റി
മണ്ഡല തലത്തിലും ഒപ്പം തന്നെ ജില്ലാ തലത്തിലും എത്രത്തോളം ആളുകളുണ്ട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നടക്കമുള്ള കൃത്യമായ ഡേറ്റകൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം എന്നുള്ള ആവശ്യം ഇതിനോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ 6 ലക്ഷത്തോളം വരുന്ന വോട്ടർമാർ എവിടെ പോയി, അല്ലെങ്കിൽ അവരുടെ പേര് വിവരങ്ങൾ, അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കൃത്യമായ ഡേറ്റ അടക്കം നൽകണം. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇന്ന് ചേർന്ന രാവിലെ 11 മണിക്കാണ് ഇതിന്റെ യോഗം ചേരുന്നത്. ആ യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ വളരെ നിർണായക ശക്തികളായിട്ടുള്ള 6 ലക്ഷത്തോളം വരുന്ന വോട്ടർമാരാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇത്രയധികം വോട്ടർമാർ എന്ന് പറയുന്നത് ഒരു ഭരണത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വോട്ടർമാരാണ്. അവർക്ക് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ അവരെങ്ങനെ ഈ പട്ടികയിൽ ഉൾപ്പെട്ടു, അല്ലെങ്കിൽ ഇവരെങ്ങനെ ഈ പട്ടികയിൽ നിന്ന് പുറത്തേക്ക് പോയി, അല്ലെങ്കിൽ അങ്ങനെ ആളുകൾ ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ വെബ്സൈറ്റിൽ ഈ രേഖകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പട്ടിക പ്രസിദ്ധീകരിക്കുന്ന നടപടികളിലേക്ക് കമ്മീഷൻ കടക്കുമോ എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നായിട്ടുള്ള ഈ ഫെബ്രുവരി 21 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അത് കുറച്ചുകൂടി വൈകിപ്പിക്കണം. അതാണ് അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ മിഥുൻ? കാരണം SIR വന്ന സമയത്ത് നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ വന്ന ഒരു വലിയ എതിർപ്പ്, ഇതിന്റെ സമയം വളരെ കുറവാണ് എന്നുള്ളതാണ്. BLOമാരുടെയൊക്കെ നെട്ടോട്ടം നമ്മൾ കണ്ടതാണ്, അവരുടെ ദുരവസ്ഥയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുമാണ്. ഇപ്പോൾ ഈ ഫെബ്രുവരി 21 അന്തിമ വോട്ടർ പട്ടിക എന്ന് പറയുമ്പോൾ 24 ലക്ഷം പേരെ ഒഴിവാക്കിയിരിക്കുന്നു. ഇവർ എവിടെയെന്നത് കണ്ടെത്തണം. ഒപ്പം ബോധവൽക്കരണം പോലും കൃത്യമായി നടത്താനുള്ളൊരു സമയം ഇവർക്ക് ലഭിച്ചില്ല എന്നൊരു ആരോപണം കൂടി ഉയരുന്നില്ലേ? തീർച്ചയായും സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന അത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിലായിരുന്നു ഡിസംബർ 9 ആദ്യം കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് അറിയിച്ചിരുന്നത്. അത് പിന്നാലെ കുറച്ച് ദിവസം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടി നൽകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. പ്രത്യേകിച്ച് കോടതിയിൽ ഈ ഹർജികൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് തന്നെ ഈ BLOമാരുടെ ജോലിഭാരം, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ആ ജോലിയും ഒപ്പം തന്നെ ഈ എന്യൂമറേഷൻ ഫോം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള SIRമായി ബന്ധപ്പെട്ടുള്ള ജോലികൾ ഉൾപ്പെടെ ഈ ഇത്തരത്തിൽ BLOമാർ ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അത് അധിക ഭാരം ഇത്തരത്തിൽ BLOമാർക്ക് ഉണ്ടാവുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം കണ്ണൂരിൽ ഒരു BLO ജീവനൊടുക്കിയ സംഭവം, അത് സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്തൊട്ടാകെ ഇത്തരത്തിൽ പല BLOമാരും ഇത്തരത്തിൽ ജീവൻ ഒടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വിവിധ ഹർജികൾ സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് പോവുകയും ചെയ്തത്. എന്തായാലും ഇത് കൂടി പരിഗണിച്ചുകൊണ്ടാണ് അന്ന് സംസ്ഥാനത്തിൻ്റെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് കുറച്ച് ദിവസം കൂടി ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിനെയും ഒപ്പം തന്നെ എന്യൂമറേഷൻ ഫോം നൽകുന്നത് അവസാന തീയതിയും ഒക്കെ നീട്ടി നൽകുകയും ചെയ്തത്. എന്തായാലും ഇനി ഒരു സമയം കൂടുതൽ അനുവദിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇനി ഈ അവധിക്കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സുപ്രീം കോടതിക്ക് മുൻപാകെ ഈ ഹർജികൾ വരുന്നത്. ആ ഹർജികൾ പരിഗണിക്കുമ്പോൾ ഇതിനു മുമ്പ് പരിഗണിച്ചപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ കൃത്യമായ വ്യക്തത വരുത്തട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ കൂടി താല്പര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്ന് സുപ്രീം കോടതി തന്നെ നേരത്തെ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സത്യവാങ്മൂലം കൃത്യമായി സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് ജോലികളും ഒപ്പം തന്നെ ഇത്തരത്തിൽ SIRമായി ബന്ധപ്പെട്ട് ഉള്ള ജോലികളും 2 ഉദ്യോഗസ്ഥരാണ് നോക്കുന്നത്. അതായത് ഒരാൾ തന്നെയല്ല ഇത്തരത്തിലുള്ള ജോലികൾ നോക്കുന്നത്. SIRമായി ബന്ധപ്പെട്ടുള്ള ജോലികൾ നോക്കുന്നതിന് ഒരു വിഭാഗം ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ജോലികൾ ഉണ്ട് എങ്കിൽ ആ തെരഞ്ഞെടുപ്പ് ജോലികൾക്ക് മറ്റുള്ള ഉദ്യോഗസ്ഥരെ SIRമായി ബന്ധപ്പെട്ട് ജോലി നോക്കുന്ന ഉദ്യോഗസ്ഥരെ അല്ല അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സത്യവാങ്മൂലം നൽകുകയും ചെയ്തിട്ടുള്ളത്. ആ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിലും ഉന്നയിക്കുകയും ചെയ്യും. ഈ വിഷയങ്ങളിലൊക്കെ ഒരു വ്യക്തത തേടുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ 24 ലക്ഷം അധികം പേരെ ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ഒഴിവാക്കിയവരിൽ കൂടുതൽ പേർ ഇപ്പോഴും ഈ പരാതികളുമായും ഒപ്പം തന്നെ ആശങ്കകൾ അറിയിച്ചും ഒക്കെ രംഗത്ത് വരുന്നുണ്ട്. ഇവർക്ക് ജനുവരി 22 വരെ വീണ്ടും പേര് ചേർക്കാൻ, പ്രത്യേകിച്ച് പ്രവാസികളടക്കമുള്ള ആളുകൾക്ക് പേര് ചേർക്കാൻ ഓൺലൈനിലൂടെ പേര് ചേർക്കാനുള്ള ഒരു അവസരം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഇതിനോടകം 28,000-ലധികം പേരുടെ ഫോമുകളാണ് ലഭിച്ചതെന്നാണ് ഏറ്റവും ഒടുവിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ പേർ ഇനിയും പട്ടികയിൽ ഉൾപ്പെടാനുള്ള സാധ്യത കൂടിയുണ്ട്. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 6.5 ലക്ഷം വോട്ടർമാർ അവരെ
എവിടെ പോയി, അല്ലെങ്കിൽ അങ്ങനെ ഒരു വോട്ടർമാരുണ്ടോ, അങ്ങനെ വോട്ടർമാരുണ്ട് എങ്കിൽ അവരിപ്പോൾ എവിടെയാണ്, അവർ ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനം വിട്ടു പോയവരാണോ, അല്ലെങ്കിൽ വിദേശത്തേക്ക് മാറിയവരാണോ, അതല്ല മരണപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തമായ ചിത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ്. ഈ ആവശ്യം മേലായിരിക്കും ഇന്ന് പ്രധാനമായും ഈ ചർച്ചകൾ ഇന്നത്തെ യോഗത്തിൽ പുരോഗമിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ശരി മിഥുൻ.